ഹലോ, അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി മിനി വ്ളോഗിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. തന്നെ എൻ്റെ കണ്ണിലെ വേറെ നല്ല പൗഡർ ഇട്ട് നച്ച് തൂത്തളഞ്ഞാണ് കേട്ടോ, ഒച്ച കൂടി പോയി. നമ്മുടെ സെൻറ്ററിൽ VHൻ്റെ ആണ്ടോ. അപ്പോൾ ഹെൽത്തിനും JPHനും നഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വൈറ്റമിൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഷുഗർ, പ്രഷർ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ആശാവർക്കർ ആട്ടോ, നമ്മുടെ വാർഡിലെ. ഇന്നാണ്ടോ എൻ്റെ സെൻറ്ററിലെ കുട്ടികൾക്ക് വൈറ്റമിൻ A കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കാണ്ടായിരുന്നു, അവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷുഗർ, പ്രഷറൊക്കെ നമ്മൾ നോക്കുവാണ്. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് അവർക്ക് കാൽസ്യത്തിൻ്റെ അയണിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ നമ്മുടെ അംഗൻവാടിയിൽ ഹാപ്പി ക്ലിനിക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് മാസത്തിൽ 2 പ്രാവശ്യമാണ് വരുന്നത്. 60 വയസ്സിന് മേലുള്ള ആളുകൾക്ക് ഷുഗർ, പ്രഷറൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാനും അല്ലാത്ത കാര്യങ്ങൾക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് ചെയ്ത് ഡോക്ടറും നേഴ്സും കൂടി വരും, കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വൈറ്റമിൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളുടെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് പോകണം. അപ്പോൾ ഞാൻ വെയിറ്റും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുത്തു. പക്ഷേ വൈറ്റമിൻ A കൊടുക്കാൻ വേണ്ടി എല്ലാ സെൻറ്ററിൽ നിന്ന് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ കൊടുത്തേക്കുന്ന ഒരു പ്രാവശ്യം വൈറ്റമിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 6 മാസത്തിന് ശേഷമാണ് വൈറ്റമിൻ A കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവർ വന്നപ്പോൾ നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊടുക്കാത്ത 1-2 പേരുണ്ടായിരുന്നു, അവർക്ക് വൈറ്റമിൻ കൊടുത്തു. പിന്നെ അല്ലാതെ വേറെ 2 വയസ്സായ കുട്ടികളും 1.5 വയസ്സായ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വന്ന് വൈറ്റമിൻ A കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഹെൽത്തിലേക്ക് പോയിട്ടോ. അപ്പോൾ എൻ്റെ ഹെൽത്ത് കാർഡ് തീർന്നു കേട്ടോ. അപ്പോൾ 1 ഇയർ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ചീട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ആശാ വർക്കർ അഭിജിച്ച് എനിക്ക് ചീട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരക്കാവണേക്കാളും മുന്നേ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ചീട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇതേ വരുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വാങ്ങിക്കണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഹെൽത്ത് കാർഡ് കിട്ടുള്ളൂ. പിന്നെ ഡോക്ടറെ കൊണ്ടുപോകും, ടെസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ എഴുതി കിട്ടിട്ടോ. പിന്നെ ലാബിൽ പോയി, തൊട്ടടുത്ത് ലാബ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ടെസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്തു. അങ്ങനെ കൈക്കൊരു കുത്തും കിട്ടി. പക്ഷെ അതല്ല സങ്കടം, പിന്നെ ഒന്നും കൂടെ കുത്തണം. പുറത്ത് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും പോയി ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ